വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വാമപ്പ് ഇന്റർവ്യൂ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോണത്. അതായത് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ അല്ലെ ഫ്രഷർ ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പറയാൻ കേട്ടോ. കാരണം ഒരു ഫ്രഷർ എന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ DM വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂ ചോദിക്കുക എന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് മറക്കരുത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് പറയുന്നത് വാമപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. വാമപ്പ് ഇന്റർവ്യൂ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം ഗൈസ്. ഗൂഗിളിൽ കയറിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാമപ്പ് ഇന്റർവ്യൂ എന്ന് സെർച്ച് ചെയ്യുക. വാമപ്പ് ഇന്റർവ്യൂ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഓപ്ഷനിൽ കയറിയിട്ട് നേരെ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് പ്രാക്ടീസിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന പോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതായത് ഇങ്ങനെ ഗൈസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഫീൽഡിൽ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതെന്താന്നൊക്കെ ഇപ്പം ഷെയർ ചെയ്യാം. ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു ഫീൽഡുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ IT സപ്പോർട്ട് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്, UX ഡിസൈൻ ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെന്താ ജനറൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു ഫീൽഡിലാണോ, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഫീൽഡാണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും ഗൈസ്. അതുപോലെ തന്നെ ഇതിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറേ സംഭവങ്ങൾ ഇല്ലാത്തതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഉള്ള ഒരു ഫീൽഡിൽ ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക, മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ കയറിയിട്ട് നേരെ നോക്കുന്ന സമയത്ത് ഡിസപ്പോയിൻറ്റഡ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏതൊക്കെയാണ് ഫീൽഡിൽ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫീൽഡിൽ നിങ്ങൾ ജോബ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളൊന്ന് വാമപ്പ് ഇന്റർവ്യൂ പോലെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് എപ്പോഴും നല്ലതാണ്. നമ്മൾ എത്രത്തോളമാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ പേടി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് നമ്മൾ ഒരു ട്രാക്കിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫുള്ളായിട്ട് എളുപ്പമാവും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളൊന്ന് സെറ്റായി വരും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡിലൊക്കെ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒന്ന് വാമപ്പ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.